ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വീണ്ടും വന്നത് 6ാം ക്ലാസ്സിലെ ഹിന്ദിയുമായിട്ടാണ്. അപ്പോൾ അതിൽ മാഷ് കുറച്ചൊക്കെ മലയാളം പറഞ്ഞിട്ടുണ്ട്. പറയാത്ത ഭാഗത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണണം. നിങ്ങളുടെ എല്ലാ കൂട്ടുകാരേക്കും ഈ വീഡിയോ എത്തിക്കണം. സ്കൂൾ ഗ്രൂപ്പിലെല്ലാം നിങ്ങൾ ഷെയർ ചെയ്തിട്ട് മാക്സിമം ഇത് ഷെയർ ചെയ്യണം. എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് മാക്സിമം ഷെയർ ചെയ്ത് പിന്നെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ് അതുപോലെ തന്നെ മറ്റുള്ള ഗ്രൂപ്പിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, വീഡിയോക്ക് കമൻറ്റ് ചെയ്യുക. നല്ല എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കുക. എന്തെങ്കിലും അർത്ഥം അറിയാത്തുണ്ടെങ്കിൽ, സ്പെഷ്യലായിട്ട് എന്തെങ്കിലും അർത്ഥം അറിയാത്തുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കമൻറ്റ് മുഖാന്തരം ചോദിക്കാം, ഞാൻ അതിന് മറുപടി പറയുന്നതാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. प्यारे बच्चों, 6ठी कक्षा के हिंदी क्लास में आप सबका स्वागत है. ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. पिछली कक्षा में हमने क्या क्या पढ़े थे? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ജലത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചല്ലേ? ജലദൗർലഭ്യത്തിൻ്റെ അപകടകരമായ അവസ്ഥ നമ്മൾ പഠിച്ചില്ലേ കൂട്ടുകാരെ? എല്ലാ ജീവജാലങ്ങളും ജലത്തിനു വേണ്ടി കാർമേഘത്തോട് പ്രാർത്ഥിക്കുന്ന ചിത്രം നമ്മൾ കണ്ടു, ശരിയല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലട്ക, ലട്കി, ബാദൽ, ചിടിയ, പേട്ട്, ഹിരൺ, മോർ, ഖർഗോസ്, മേണ്ഡക്, സാംപ് തുടങ്ങിയ വാക്കുകൾ പരിചയപ്പെട്ടല്ലോ. കുഞ്ഞുങ്ങളെ, മേഘത്തിൽ നിന്നും വർഷിക്കുന്നത് വെറും ജലമല്ല, എന്നാൽ ജീവനാണ് വർഷിക്കുന്നത് എന്ന സത്യം നമ്മൾ ഈ രണ്ട് ചിത്രങ്ങളും താരതമ്യം ചെയ്തുകൊണ്ട് മനസ്സിലാക്കിയില്ലേ? ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് പാനി ജീവൻ കാ ആധാർ ഹൈ, പാനി കെ ബിനാ ജീവൻ സംഭവ് നഹി. വെള്ളം ജീവൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. വെള്ളം ഇല്ലെങ്കിൽ ജീവിതം സാധ്യമല്ല. और क्या हमने सुना था? വേറെ എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടത്? ठीक है, एक कविता हमने सुनी थी. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു കവിത കേട്ടു. बादलदानी. बादलदानी बादलदानी, चम चम चमकी बिजली रानी, उठी गगन में घटा सुहानी. बादलदानी बादलदानी, खूब चमाचम बरसो पानी. प्यासी चिड़िया प्यासी गैया, प्यासी चिड़िया प्यासी गैया, खाली है सब ताल तलैया, सूखे खाट पड़ी है नैया, हुई मछलियों को हैरानी. बादलदानी बादलदानी, सागर से भर भर जल आते, गाँव गाँव में रस बरसाते, सब जीवों की प्यास बुझाते, धरती हो जाती है धानी. सागर से भर भर जल आते, गाँव गाँव में रस बरसाते, सब जीवों की प्यास बुझाते, धरती हो जाती है धानी. बादलदानी 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 बादलदानी, फसल धान की खेतों में के, राह घाट हरियाली लहके, मन किसान का गाये चहके, देख देख मेंढों तक पानी. बादलदानी 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 बादलदानी, खूब चमाचम बरसो पानी, खूब चमाचम बरसो पानी, खूब चमाचम बरसो पानी.
अच्छा, उसके रचयिता कौन है मालूम है? ആരാണ് ഈ കവിത എഴുതിയിട്ടുള്ളത് നിങ്ങൾക്കറിയാമോ? श्री, हाँ, बाबूलाल शर्मा प्रेम। अच्छा, तो कविता का नाम है, एक बार बोलिए। കവിതയുടെ പേര് ഒരിക്കൽ കൂടി പറയൂ. बादल दानी। अच्छा, अब हम उस कविता की पहली 4 पंक्तियां पढ़ें। അപ്പോൾ നമുക്ക് ഈ കവിതയിൽ നിന്നും ആദ്യത്തെ 4 വരി കവിത പഠിക്കാം. यहाँ स्लाइड पर, स्क्रीन पर पहली 4 पंक्तियां दिखाई जाएंगी। അപ്പോൾ ആ 4 വരി കവിത ബാക്കിലുള്ള ആ സ്ക്രീനിൽ കാണിക്കും. और उन पंक्तियों में जो अपरिचित शब्द हैं, അപ്പോൾ അതിൽ നിങ്ങൾക്ക് അറിയാത്ത വാക്കുകളൊക്കെ ഉണ്ട്. उसका अर्थ आपको देखना है तो अपनी किताब के 24वें 25वें पन्ने पर देखना न भूलें। അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പുസ്തകത്തിൽ, പാഠപുസ്തകത്തിൽ 24-25 പേജ് നിങ്ങൾ നോക്കാൻ മറക്കരുത്. अच्छा, हम शुरू करें कविता। अच्छा, നമുക്ക് കവിതയിലേക്ക് കടക്കാം. चम चम चमकी बिजली रानी। क्या है? चम, दूसरा शब्द क्या है? उसी प्रकार वहां लिखा है चम, सही है, चम, चमकी बिजली रानी। अगली पंक्ति क्या है? पढ़ने की कोशिश कीजिए। മാഷ് വായിക്കുന്നതിന് കൂടെ തന്നെ നിങ്ങളും വായിക്കണം കേട്ടോ. അതാണ് മാഷ് പറയുന്നത്, കൂടെ തന്നെ വായിക്കാൻ. उठी गगन में घटा सुहानी, बादल, अगला शब्द क्या है? बादल दानी, बादल दानी, खूब झमाझम बरसो पानी। बादल दानी, बादल दानी, खूब झमाझम बरसो पानी। बादल दानी, बादल दानी, खूब झमाझम बरसो पानी। अच्छा बच्चों, आगे मैं पहली पंक्ति फिर पढ़ता हूं। അപ്പോൾ നമ്മൾ ആദ്യത്തെ വരി പഠിക്കാൻ പോവുകയാണ്. जरा सुनिए। ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. चम चम चमकी बिजली रानी। यहाँ ഇവിടെ चम चम चमकी बिजली रानी, इनमें से कोई अपरिचित शब्द है तो एक और वहां शब्दकोश दिया है। किसी का हिंदी में ही उसका अर्थ दिया है और किसी का मलयालम में। अब ഇവിടെ വാക്കുകൾ നിങ്ങൾക്ക് അറിയാത്തുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ ഡിക്ഷണറി പോലെ കൊടുത്തിട്ടുണ്ട്. അത് ഹിന്ദിയിലും എഴുതിയിട്ടുണ്ട്, മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മതി. आप वहां से मदद ले सकते हैं। അപ്പോൾ അറിയാത്തത് അവിടെ നോക്കി മനസ്സിലാക്കുക. चम चम चमकी, क्या होगा उसका अर्थ? ചം ചം ചംക്കി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? देख लीजिए, शब्दकोश देखकर बताइए। चम चम चमकी, ഈ ചിത്രത്തിന് സൈഡിലുള്ള ഡിക്ഷണറി നോക്കിയിട്ട് അതിൻ്റെ അർത്ഥം പറയൂ. हाँ, मिन्नी तिलंगी, सही है। जब आसमान में ആകാശത്തിലായിരിക്കുമ്പോൾ बिजली चमकती है, आपने देखा होगा। മിന്നൽ നല്ലവണ്ണം തിളങ്ങും, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? कितनी उजियाला है അതിന് എന്തൊരു തിളക്കമാണ്. उस प्रकाश में, चम चम चमकती है वो। അപ്പോൾ അതിൻ്റെ പ്രകാശത്തിന് നല്ല തിളക്കമാണ്. अच्छा, चम चम चमकी बिजली रानी। बिजली, बिजली का अर्थ भी वहां दिया है। അപ്പോൾ എന്താണ് ബിജലി? ബിജലി എന്ന് പറഞ്ഞാൽ മിന്നലാട്ടോ. അതിൻ്റെ അർത്ഥം അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. बिजली रानी कैसे चमकी बच्चों? ബിജലി റാണി അഥവാ മിന്നലിൻ്റെ രാജ്ഞി എങ്ങനെയാണ് തിളങ്ങുന്നത്? बताइए।
पहली लाइन में है। എങ്ങനെയാണ് തിളങ്ങുന്നതെന്ന് പറയൂ. അതിനുത്തരം ആദ്യത്തെ വരിയിൽ തന്നെ ഉണ്ട്. आप आसानी के साथ बता सकते हैं, धीरे धीरे बोलकर उसका उत्तर ढूंढ लीजिए। നിങ്ങൾ വളരെ പെട്ടെന്ന് ഉത്തരം പറയണ്ട, ശരിക്കും ശ്രദ്ധിച്ചത് വായിച്ചിട്ട് അതിനുള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്തൂ. चम चम चमकी कौन? बिजली रानी। ചം ചം ചംകി, അതായത് മിന്നിത്തിളങ്ങി ആര്? ബിജലി റാണി. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. മിന്നിത്തിളങ്ങിയത് ആരാണ് എന്നുള്ളതിന് ഉത്തരമാണ് ബിജലി റാണി. सही है। अगली पंक्ति भी उसी प्रकार कोशिश कीजिए। അപ്പോൾ അടുത്ത വരിയിലും ഇതുപോലെ നിങ്ങൾ കണ്ടെത്തൂ. उठी गगन में घटा सुहानी। അപ്പോൾ ഊട്ടിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ ഉദിച്ചു നല്ല മേഘങ്ങൾ. കഠാ സുഹാനി എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയായ മേഘങ്ങൾ ആകാശത്ത് ഉയർന്നു വന്നു. सुहानी, वो सुहानी शब्द बोलने में भी एक प्रकार का सुख है। അപ്പോൾ സുഹാനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറെ അർത്ഥം സുഖം എന്ന് തന്നെയാണ്. सुहानी तो उसका अर्थ क्या होगा? അപ്പോൾ സുഹാനി എന്നുള്ളതിന് അർത്ഥം എന്തായിരിക്കും? शब्दकोश बिना देखे आप बता सकते हैं। പുസ്തകത്തിലുള്ള ഡിക്ഷണറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് അതിൻ്റെ അർത്ഥമെന്ന്. सुहानी। और देखिए, किसी को नहीं मालूम तो वहां देखिए, सुख देने वाली। അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം അറിയില്ലെങ്കിൽ പുസ്തകത്തിലേക്ക് നോക്കൂ. സുഖപ്രദമായ എന്നാണ് അതിൻ്റെ അർത്ഥം. सुखप्रदमाया ऐसा लिखा है मलयालम में। तो उठी गगन में क्या? गगन में क्या? तो सुहानी घटा, सुख देने वाली घटा गगन में उठी है। അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഗഗൻ മേ ക്യാ ഉഡി ഹേ, ആകാശത്തിൽ എന്താണ് ഉദിച്ചു നിൽക്കുന്നത്? അതായത് മേഘം, നല്ല സുഖപ്രദമായ മേഘമാണ് ആകാശത്തിൽ ഉദിച്ചു നിൽക്കുന്നത്. गगन क्या है? गगन का अर्थ क्या है? आकाश। उसका दूसरा शब्द है आसमान। അപ്പോൾ ഗഗൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഗഗൻ എന്ന് പറഞ്ഞാൽ ആകാശം, അതിൻ്റെ മറ്റൊരു പേരാണ് ആസ്മാൻ. बच्चों बोलिए, आसमान में क्या उठी? അപ്പോൾ കുട്ടികൾ നിങ്ങൾ പറയൂ, ആകാശത്ത് എന്താണ് ഉദിച്ചത്? आसमान में सुहानी घटा उठी। ആകാശത്തിലെ നല്ല സുഖപ്രദമായ മേഘമുണ്ടായി. बच्चों, मैं एक प्रश्न पूछता हूं, കുട്ടികളെ, നിങ്ങളോട് ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. आप उसका उत्तर ढूंढ लीजिए। നിങ്ങൾ അതിൻ്റെ ഉത്തരം കണ്ടെത്തൂ. उठी गगन में घटा सुहानी। നല്ലൊരു മേഘം ആകാശത്ത് ഉദിച്ചു. गगन में क्या उठी? ആകാശത്തിൽ എന്താണ് ഉദിച്ചത്? उसका उत्तर आपको स्वयं ढूंढ निकालना है। ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ സ്വയം കണ്ടെത്തിയിട്ട് എഴുതൂ. अच्छा, अगली पंक्ति की ओर चलेंगे। ഇനി അടുത്ത വരി എന്താണെന്ന് നമുക്ക് നോക്കാം. बादलदानी, बादलदानी। देखिए, वहां चित्र में हमने देखा था, മുന്നേ ഈ ചിത്രത്തിൽ നമ്മൾ കണ്ടു, बादल के नीचे जमीन पर लड़का लड़की अन्य जानवर बारिश या वर्षा या बरसात की प्रतीक्षा में खड़े थे, है ना? അപ്പം മേഘത്തിന് താഴെ ഭൂമിക്ക് മുകളിലായിട്ട് ഒരു ആൺകുട്ടി, ഒരു പെൺകുട്ടി, തവള, മീൻ, കുരങ്ങൻ, അങ്ങനത്തെ പല ജീവികളും നമ്മൾ കണ്ടു. മഴ പെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ നിൽക്കുന്നത്. तो वे बादल से इस प्रकार मांगते हैं। അപ്പോൾ ഇപ്രകാരമൊക്കെയാണ് മേഘത്തിനോട് മഴ ചോദിക്കുന്നത്. बादल दानी, हे दानी बादल, पानी का दान करने वाला, हे बादल दानी, खूब झमाझम बरसो पानी। അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട്, മഴ ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ശക്തിയായിട്ട് മഴ പെയ്യാൻ വേണ്ടി പറയാണ്. खूब झमाझम बरसो। അപ്പോൾ മേഘത്തോട് പറയാൻ നല്ല ശക്തിയായിട്ട്, झमाझम, जोर से, शक्ति आई,
खूब झमाझम बरसो पानी। तो बच्चे और जानवर बादल से क्या प्रार्थना करते हैं? അപ്പോൾ അവിടെ കുട്ടികളും അതുപോലെ തന്നെ ആ ജീവികളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥന നടത്തിയത്? बताइए। പറയൂ. हाँ, अब तुम्हें आशय मिल गया होगा, बताइए। നിങ്ങൾക്ക് ആ ചിത്രത്തിൻ്റെ ആശയം പിടികിട്ടിയോ? പറയൂ. बताइए ना। हाँ, सही है, पानी बरसने को कह रहे हैं वे। അപ്പോൾ മഴ പെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവരെല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. क्यों? क्योंकि उन्हें पानी की आवश्यकता है। അപ്പോൾ എന്തിനാണ്? അതെ, ആ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടായതുകൊണ്ട്. तो वे पानी चाहते हैं पीने के लिए। അവർക്ക് കുടിക്കാനൊക്കെ വെള്ളം ആവശ്യമുണ്ട്. ये पानी हमें कहाँ से मिलता है? बादल से मिलता है। അപ്പോൾ വെള്ളം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? മേഘത്തിൽ നിന്ന്, ബാദൽസെ. ये बादल पानी देता है, बादल पानी का दान करता है। അപ്പോൾ മേഘം മഴ തരുന്നു, അതായത് മേഘം ദാനമായിട്ട് വെള്ളം തരുന്നു. इसलिए बच्चे बादल को दानी बादल पुकारते हैं। അപ്പോൾ കുട്ടികളെ, അതുകൊണ്ടാണ് മേഘത്തിനെ ദാനി ബാദൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിളിക്കുന്നത്. ശരി, അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് എന്താണെന്നൊന്ന് നോക്കിയാലോ കൂട്ടുകാരെ. മഴയ്ക്കായി മേഘത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് കുട്ടികളും പക്ഷിമൃഗാദികളും പ്രാർത്ഥനയോടെ പറയുന്നതാണ് ഇത്. മിന്നൽ ആകാശത്ത് മിന്നിത്തിളങ്ങി, സുഖം നൽകുന്ന മേഘം ആകാശത്തേക്കുയർന്നു. മഴയുടെ ലക്ഷണം കണ്ട് കുട്ടികളും പക്ഷിമൃഗാദികളും ദാനശീലനായ മേഘത്തോട് പറയുന്നു, അല്ലയോ ദാനശീലനായ മേഘമേ, ശക്തിയായി മഴ പെയ്യൂ. അപ്പോൾ നമുക്കൊരു വർക്ക്ഷീറ്റ് പരിചയപ്പെടാം. സഹി മിലാൻ കർക്കെ ലിഖേം. 2 കോളങ്ങളിലായി കൊടുത്തിട്ടുള്ള വാക്കുകളെ ശരിയായി ചേർത്തെഴുതാം. ബിജലി പാനി, ഘട്ട ദാനി, ബാദൽ സുഹാനി, ബർസോ ചംകി. ഈ വാക്കുകൾ കവിതയിലെ വരികളിൽ നിന്നും മനസ്സിലാക്കി ശരിയായ രീതിയിൽ ചേർത്തെഴുതാം. ചേർത്തെഴുതിയിട്ട് നിങ്ങളുടെ അധ്യാപകനെയോ അധ്യാപികയെയോ കാണിക്കാൻ മറക്കരുതേ. ഇതുപോലെ മറ്റൊരു വർക്ക്ഷീറ്റ് നമുക്ക് നോക്കാം. സഹി മിലാൻ കർക്കെ ലിഖേം. ഒരു കോളത്തിൽ ബിജലി, ആകാശ് മേ സഭി വേ കഹത്തെ ഹൈ എന്നെഴുതിയിരിക്കുന്നു. അതിൻ്റെ എതിർവശത്തെ കോളങ്ങളിൽ എഴുതിയിരിക്കുന്നത് നോക്കൂ. സുഹാനി ഘട്ട ഉഠി ഹേ, ഖൂബ് झमाझम पानी बरसो, आसमान में चमकती हैं, बादल का स्वागत करते हैं. ഇതും നിങ്ങൾ ശരിയായ രീതിയിൽ ചേർത്തെഴുതി നിങ്ങളുടെ അധ്യാപകനെയോ അധ്യാപികയെയോ തീർച്ചയായും കാണിക്കണം. देखिए बच्चों, ये पंक्तियां जरा पढ़ लीजिए. കുട്ടികളെ, ഇനി അടുത്ത വരികൾ വായിക്കൂ. कौन पढ़ सकता है? ആരാണ് ഇതൊന്ന് വായിക്കുക? इसे पढ़ लीजिए. हाँ, सही है, मैं एक बार पढ़ता हूं. ശരി, ഞാൻ ഒരു വട്ടം വായിക്കാം.
प्यासी चिड़िया, प्यासी गैया। क्या है? प्यासी चिड़िया, प्यासी गैया। दूसरी पंक्ति देखो, खाली हैं सब ताल तलैया। देखिए, खाली हैं सब ताल तलैया। पहली पंक्ति क्या थी? प्यासी चिड़िया, प्यासी गैया। दूसरी पंक्ति क्या है? खाली हैं सब ताल तलैया। फिर देखो, सूखे घाट पड़ी है नैया, सूखे घाट पड़ी है नैया। अगली पंक्ति देखिए, हुई मछलियों को हैरानी। अगली पंक्ति देखिए, हुई मछलियों को हैरानी। बादलदानी, बादलदानी, ये पंक्ति तो हमने पहले पढ़ी थी। तो एक बार और, प्यासी चिड़िया। यदि प्यासी का अर्थ नहीं मालूम तो वहां शब्दकोश दिया है। അപ്പോൾ പ്യാസി എന്ന് പറഞ്ഞ അർത്ഥം അറിയാത്തവർ ഡിക്ഷണറിയിൽ നോക്കിയാൽ മതി. പുസ്തകത്തിൻ്റെ സൈഡിലുള്ള അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പ്യാസി എന്ന് പറഞ്ഞാൽ ദാഹിച്ച അല്ലെങ്കിൽ ദാഹമുള്ള. मैंने पहले कहा था 24वें 25वें पन्ने पर हमारी पुस्तिका के पन्नों पर इसका शब्दकोश दिया गया है. നമ്മുടെ പുസ്തകത്തിൽ 24-ാമത്തെയും 25-ാമത്തെയും പേജിൽ ശബ്ദകോശ് അതായത് ഡിക്ഷണറി ഉണ്ട്. അവിടെ നോക്കാനാണ് പറയുന്നത്. ഇതാദ്യം പറഞ്ഞിരുന്നു. प्यासी चिड़िया, चिड़िया शब्द आपको मालूम होगा. ചിടിയ എന്നുള്ള വാക്ക് നമുക്കറിയാം, നമ്മൾ ആദ്യം പഠിച്ചതാണ്. പക്ഷി എന്നാണ് അർത്ഥം. चिड़िया, वो चिड़िया कैसी है? അപ്പോൾ ആ പക്ഷി എങ്ങനെ ആയിട്ടുണ്ട്? प्यासी है. चिड़िया कैसी है? प्यासी है. ദാഹിച്ച് നിൽക്കുകയാണ്. പക്ഷി ദാഹിച്ച് വെള്ളം കിട്ടാതെ ദാഹിച്ച് നിൽക്കുകയാണ്. तो कैसी चिड़िया है? प्यासी चिड़िया है. അപ്പോൾ എങ്ങനത്തെ പക്ഷിയാണ്? ദാഹിച്ചിട്ടുള്ള ദാഹമുള്ള പക്ഷിയാണ്. प्यासी शब्द का अर्थ मालूम हुआ, देख लिया. उसका अर्थ वहां क्या लिखा है? പ്യാസി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അർത്ഥം പുസ്തകത്തിലേക്ക് നോക്കൂ. दाहमुള്ള. सही है, प्यासी चिड़िया. फिर क्या लिखा है? अगला शब्द क्या है? ഇനി അടുത്ത വാക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. पहला शब्द ही वहां है. क्या है? प्यासी. അപ്പോൾ ആദ്യത്തെ വാക്ക് നമ്മൾ ആദ്യം കണ്ടത് തന്നെയാണ്, പ്യാസി. उसका भी अर्थ पहले जैसा है, प्यासी चिड़िया, प्यासी गैया. പ്യാസി എന്നുള്ള അർത്ഥം അത് തന്നെയാണ്, ദാഹമുള്ള. അപ്പോൾ പ്യാസി ചിടിയ, പ്യാസി ഗയ്യ. ഗയ്യ എന്ന് പറഞ്ഞാൽ പശു, ദാഹമുള്ള പശു. गैया, गाय. गैया का अर्थ क्या है? गाय. गाय शब्द आपको मालूम है ना? गाय, गाय का ഗയ്യ എന്ന് പറഞ്ഞാൽ ഗായ്, പശുവാണ്. അത് നിങ്ങൾ പഠിച്ചിട്ടില്ലേ മുന്നേ? നിങ്ങൾക്കറിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. का मलयालम में अर्थ बताने की कोई आवश्यकता नहीं है. प्यासी चिड़िया, प्यासी गैया. देखिए बच्चों, यहां चिड़िया कैसी है बताइए? प्यासी है. പക്ഷിയുടെ അവസ്ഥ ഇപ്പോൾ എന്താണ്? അത് ദാഹമുള്ള, ദാഹിച്ചിട്ട് നിൽക്കുകയാണ്. यहां गैया या गाय कैसी है? गाय भी प्यासी है. അതുപോലെ തന്നെ പശുവും ദാഹിച്ചാണ് നിൽക്കുന്നത്. तो प्यासी चिड़िया, प्यासी गैया. അപ്പോൾ ദാഹമുള്ള പക്ഷി, ദാഹമുള്ള പശു. अगली पंक्ति देखिए. ഇനി അടുത്ത വരി നോക്കൂ. അടുത്ത വരി നോക്കൂ. खाली है, खाली है सब ताल तलैया. ताल तलैया എന്ന് പറഞ്ഞാൽ കുളങ്ങളെല്ലാം വറ്റി വരണ്ടിരിക്കുന്നു. ताल तलैया का मतलब है, या उसका अर्थ है तालाब. सब ताल तलैया
खाली पड़ा है। താല് തലയ്യ എന്ന് പറഞ്ഞാൽ കുളം. അപ്പോൾ എല്ലാ കുളങ്ങളും വറ്റിയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. उसका क्या अर्थ हो सकता है? सब അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? എന്തൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ताल तलैया खाली पड़ा है, क्या है उसका अर्थ? उसका अर्थ है वहां पानी नहीं है. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് വെള്ളം കിട്ടാത്തത് കൊണ്ട് പിന്നെ കുളങ്ങളൊക്കെ വറ്റി, അതാണ് അത് അർത്ഥമാക്കുന്നത്. पानी नहीं है. चिड़िया प्यासी चिड़िया है. അതുപോലെ പക്ഷി, അതിനും ദാഹമുണ്ട്. उसे पानी ही नहीं मिलता है. पानी അപ്പോൾ അതിനും വെള്ളം കിട്ടിയിട്ടില്ല. का भाव है, कहीं भी पानी नहीं मिलता है. प्यासी चिड़िया प्यासी गैया खाली है सब ताल तलैया. അപ്പോൾ വെള്ളം കിട്ടാത്തതിനാൽ പക്ഷിയും അതുപോലെ തന്നെ പശുവും കുളങ്ങളൊക്കെ വറ്റി വരണ്ട്, അതുപോലെ മറ്റുള്ളവർ ദാഹിച്ച് വലഞ്ഞ് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. यहाँ कौन कौन प्यासी हैं? ഇവിടെ ആർക്കൊക്കെയാണ് ദാഹമുള്ളത്? बताइए. എന്നോട് പറയൂ. अच्छा, गैया प्यासी है, फिर चिड़िया भी प्यासी है. പശുവിനും ദാഹമുണ്ട്, അതുപോലെ തന്നെ പക്ഷിക്കും ദാഹമുണ്ട്. और ताल तलैये की क्या स्थिति है? അതുപോലെ തന്നെ കുളങ്ങളുടെ അവസ്ഥ എന്താണ്? वो खाली है. अच्छा, അതും ഒഴിഞ്ഞു കിടക്കുകയാണ്. अगली पंक्ति की ओर हम चलें. അപ്പോൾ നമുക്ക് അടുത്ത വരിയിലേക്ക് പോകാം. सूखे घाट पड़ी है नैया. सूखे घाट, सूखा शब्द, उणंगिया, वरंडा. सूखे घाट. घाट का अर्थ है नदी के किनारे का स्थान. അപ്പോൾ ഘാട്ട് എന്ന് പറഞ്ഞാൽ നദിക്ക കിനാര, അത് നദിക്ക് അടുത്തുള്ള സ്ഥലം, അതായത് നമ്മൾ കടവ് എന്നൊക്കെ പറയൂലേ, അതാണ്. तो घाट के पास या घाट के किनारे, नदी के किनारे घाट के पास नैया आपने देखी होगी, नाव. അപ്പോൾ ഇവിടെ നദിയുടെ അടുത്ത് കടവിൽ ഘാട്ട് ഒക്കെ ഉണങ്ങി കിടക്കുകയാണ്. അതുപോലെ തന്നെ അതിനടുത്ത് ഒരു ചെറിയ തോണിയുണ്ട്. नैया का दूसरा शब्द है नाव. നെയ്യ എന്നുള്ളതിന് മറ്റൊരു പേരാണ് നാവ്. लेकिन यहां देखिए घाट कैसा है? सूखा है. കടവ് ഇപ്പോൾ എങ്ങനെയാണ്? അത് വരണ്ടിരിക്കുന്നു. सूखे घाट पड़ी है नैया. വരണ്ട ആ കടവിൽ തോണി ഇരിക്കുന്നുണ്ട്. ये नैया पानी से होकर नहीं गुजरती है. തോണിക്ക് ആ വെള്ളത്തിൽ പോകാൻ സാധിക്കുന്നില്ല. कारण क्या है? कारण क्या होगा? എന്തുകൊണ്ടാണ് പോകാത്തത്? അതിൻ്റെ കാരണം എന്തായിരിക്കും? अब बताइए, इतने देर तक हमने पढ़ा था ना, तो बताइए किसकी कमी होगी? അപ്പോൾ കുട്ടികൾ നിങ്ങൾ പറയോ, എന്തുകൊണ്ടാണ് പോകാത്തത്, അല്ലെങ്കിൽ ആരാണ് ഇനി വരാനുള്ളത്? वहां क्या नहीं होगा? അവിടെ എന്താണ് ഇല്ലാത്തത്? नैया चलाने के लिए क्या होना चाहिए? തോണി നീങ്ങിപ്പോകുന്നതിന് എന്താണ് വേണ്ടത്? पानी होना चाहिए. सही है, पानी होना चाहिए, ठीक है. അതെ, വെള്ളമാണ് എല്ലാത്തിനും വേണ്ടത്. पानी होना चाहिए. लेकिन देखिए यहां सूखे घाट नैया पड़ी है. अच्छा, तो यहां सूखे घाट पड़ी है नैया. यह नैया कहां पर पड़ी है? सूखे घाट पड़ी है. देखिए अगली पंक्ति. ഇനി നമുക്ക് അടുത്ത വരി നോക്കാം. हुई मछलियों को हैरानी. മീനുകളെല്ലാം അസ്വസ്ഥരാണ്, അല്ലെങ്കിൽ ആശ്ചര്യത്തിലാണ്. ये सब देखकर यहां नाव नहीं चलती है, पानी की कमी है, मछलियां देख रही है. അപ്പോൾ വെള്ളം കുറവായത് മീനിനും പ്രശ്നമാണ്, അതാണ് അവർ നോക്കുന്നത്. नाव नहीं चलती. അപ്പോൾ വെള്ളം കുറവാകുമ്പോൾ മീനുകൾക്കും സഞ്ചരിക്കാൻ കഴിയില്ല.
पानी कम हो रहा है. വെള്ളം വളരെ താഴ്ന്ന നിലയിൽ ആകുമ്പോൾ, അതായത് കുളത്തിലൊക്കെ പറ്റ അടിയിലാകുമ്പോൾ, यह दशा देखकर मछलियों को हैरानी हुई. വെള്ളം കുറഞ്ഞ ഈ ഒരു അവസ്ഥയിൽ മീനുകളെല്ലാം വളരെ അസ്വസ്ഥരായി കാണപ്പെടുന്നു. हैरानी हुई, वे हैरान हुई. मछलियां हैरान हुई. മീനുകളെല്ലാം അസ്വസ്ഥരാണ്. मछलियों को हैरानी हुई. मछलियों को आश्चर्य हुआ. हैरानी का अर्थ है आश्चर्य. ഹൈരാനി എന്നതിൻ്റെ അർത്ഥം ആശ്ചര്യം എന്നാണ്. मछलियों की हैरानी का कारण क्या होगा? മീനുകളെല്ലാം ഇങ്ങനെ ആശ്ചര്യത്തോടെ അല്ലെങ്കിൽ അസ്വസ്ഥരായി നിൽക്കാൻ കാരണം എന്താണ്? जरा सोचिए. हाँ വെറുതെ ഒന്ന് ചിന്തിക്കൂ. हाँ सही है, पानी की कमी है. അതെ, വെള്ളത്തിൻ്റെ കുറവാണ്. तो मछलियों को हैरानी हुई, मछलियां परेशान हुई. മീനുകളെല്ലാം അസ്വസ്ഥരായി. പരേശാൻ എന്നാൽ അസ്വസ്ഥരാവുക. देखिए, यहां आपके सामने मैं एक प्रश्न पूछता हूं. നമുക്കിവിടെ ഒരു ചോദ്യം നോക്കാം. यहां कौन कौन पानी के अभाव में, पानी की कमी में कौन कौन परेशान है? ഇവിടെ വെള്ളത്തിൻ്റെ അഭാവത്തിൽ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കുറവ് കൊണ്ട് ആരാണ് അസ്വസ്ഥരായത്? बताइए. हाँ बताइए, कौन कौन परेशान हैं? हमने पहले पढ़ा था, पहली पंक्ति में उत्तर है. നിങ്ങളോട് ഉത്തരം കണ്ടെത്തി പറയാൻ പറയുകയാണ്. കഴിഞ്ഞ വരികളിൽ അതിൻ്റെ ഉത്തരമുണ്ട് എന്നാണ് പറയുന്നത്. चौथी पंक्ति में भी उसका उत्तर है. अब നാലാമത്തെ വരിയിൽ അതിൻ്റെ ഉത്തരമുണ്ട്. अब बताइए, पहली पंक्ति में कौन कौन परेशान थी? അപ്പോൾ ആദ്യ വരിയിൽ ആരൊക്കെയാണ് അസ്വസ്ഥരായത്? वहां गैया परेशान थी, चिड़िया परेशान थी, और अब हमने पढ़ा है मछलियां भी परेशान हैं. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച വരികളിൽ അസ്വസ്ഥരായത് ഫസ്റ്റ് ചിടിയ, അതുപോലെ തന്നെ ഗയ്യ, ഇപ്പോൾ അസ്വസ്ഥനായത് മീനുകൾ. मछलियां परेशान हुई, तो कौन कौन परेशान हैं बताइए. അപ്പോൾ ആരൊക്കെയാണ് അസ്വസ്ഥരായത്? ഒന്നുകൂടെ പറയൂ. चिड़िया, गैया या गाय और मछलियां. इसलिए बच्चे और सारे जीव जंतु बादल से हाथ जोड़कर प्रार्थना करते हैं. അപ്പോൾ ഇതുകൊണ്ടാണ് കുട്ടികളും അതുപോലെ തന്നെ പക്ഷി മൃഗാദികളും എല്ലാവരും കൈ കൂപ്പിക്കൊണ്ട് മേഘത്തിനോട് അപേക്ഷിച്ചത് മഴ തരാൻ വേണ്ടിയിട്ട്. हे बादल दानी, हे दानी बादल, पानी का दान करने वाले, हे बादल दानी, जोर से पानी बरसिए. അവർ പറയുകയാണ്, മഴ തരുന്ന മേഘമേ നിങ്ങൾ മഴ തരൂ എന്ന് കൈകൂപ്പിക്കൊണ്ട് മേഘത്തോട് പറയുന്നത്. जोर से झमाझम पानी बरसिए. ശരി, അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് എന്താണെന്നൊന്ന് നോക്കിയാലോ കൂട്ടുകാരെ. ജലം ഇല്ലാത്ത അവസ്ഥ കണ്ട് കുട്ടികളും പക്ഷിമൃഗാദികളും അപേക്ഷിക്കുന്നു. അല്ലയോ ദാനശീലനായ മേഘമേ, പക്ഷി ദാഹിച്ചു വലഞ്ഞിരിക്കുന്നു, പശുവും ദാഹിച്ചു വലഞ്ഞിരിക്കുന്നു, കുളങ്ങളും ജലാശയങ്ങളും വറ്റി വരണ്ടിരിക്കുന്നു. വരണ്ട കടവിൽ വള്ളം ഇരിക്കുന്നു. ജലാശയങ്ങളിൽ വരളുന്ന ജലം കണ്ട് മത്സ്യങ്ങൾ ആശ്ചര്യചകിതരായിരിക്കുന്നു. അപ്പോൾ ഈ വർക്ക്ഷീറ്റ് പരിചയപ്പെടാലോ. സഹി ഉത്തർ ചുൻകർ ലിഖേം. ആദ്യത്തെ കോളങ്ങളിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ വായിക്കാം. ചിടിയ, താൽ തലയ്യ, ഘാട്ട്, മച്ഛലിയ. ചിടിയ എന്ന കോളത്തിന് എതിർവശത്ത് എഴുതിയിരിക്കുന്നത്
ഭൂഖി ഹെ പ്യാസി ഹെ. ഇതിലേതാണോ ശരി അതാണ് ആ കോളത്തിൽ എഴുതേണ്ടത്. അതുപോലെ താൽ തലയ്യ അതിനെതിർവശത്തായി കൊടുത്തിരിക്കുന്ന കോളത്തിൽ ഭരി ഹെ ഖാലി ഹെ എന്നെഴുതിയിരിക്കുന്നു. ഇതിൽ ഉചിതമായത് തിരഞ്ഞെടുത്ത് എഴുതുക. ഘാട്ട് സൂഖ ഹെ ഗീല ഹെ. ഇതിലേതാണ് ശരി ഉത്തരം അത് നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതണം. മച്ഛലിയാം ഖുശ് ഹൈ ഹൈരാൻ ഹൈ. ഇതിലേതാണ് ശരി ഉത്തരം അത് തിരഞ്ഞെടുത്ത് എഴുതുക. ഈ ഉത്തരങ്ങൾ നിങ്ങളുടെ അധ്യാപകനെയോ അധ്യാപികയെയോ തീർച്ചയായും കാണിക്കണം. അപ്പോൾ ഇതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ മുന്നേ കുറച്ച് മുന്നേ നമ്മൾ കണ്ടല്ലോ എല്ലാം. അപ്പോൾ അത് നോക്കിയിട്ട് ശരിയായത് എഴുതിയിട്ട് മറ്റേത് ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. आज की कक्षा यही समाप्त होती है. अगली कक्षा में हम मिलेंगे. धन्यवाद. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. നന്ദി.